ശിംശോൻ ദൂതൻ വീട്ടിൽ വന്നാ ജനിക്കുന്ന കാര്യം പറഞ്ഞു. യഹോവയ്ക്ക് നാസീ വ്രതസ്ഥനുമാണ്, നല്ല വ്രതമാണ്. നാസീ വ്രതസ്ഥന്റെ പ്രമാണമുണ്ടല്ലോ, വായിച്ചേ. സംഖ്യ 6 പെട്ടെന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-2 വേഗത്തിൽ വായിക്കും. വ്രതം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാ, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയാകുന്ന വ്രതം ദീക്ഷിക്കുമ്പോൾ വ്രതം ദീക്ഷിക്കുന്നവന്റെ ദീക്ഷയാവിത്. ദീക്ഷയല്ല, ദീക്ഷയാ. ഇപ്പൊ ആൾക്കാര് ദീക്ഷയാനം പറഞ്ഞ് ദീക്ഷയുടെ കാര്യമല്ല, ദീക്ഷിക്കുമ്പോൾ അതാ രണ്ടും രണ്ടാ. ദീക്ഷ വെക്കുന്നോ വെക്കാതിരിക്കോ നമ്മുടെ വിഷയമല്ല. പക്ഷേ നേരും ചൊവ്വനുമൊക്കെ വെക്കുക എടുക്കുകയും ചെയ്യണം. തിരുമാഴ്ച വരുമ്പോൾ നിന്നെ മീജ എല്ലാം കൊണ്ട് ഇതിനകത്ത് ഇപ്പം പിന്നെ എല്ലാവർക്കും ഔട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് ആട്ടെ. വായിച്ചോ. ദീക്ഷയാവിത്. വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. പിന്നെ വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. അപ്പം ഇത് വർജിക്കണം, കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിപ്പഴം വന്നതിൽ ഞാനിങ്ങനെ ഒരു രസവും പാടില്ലെന്നുള്ളതാണ്. പിന്നെ മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. എന്നാലാ മുന്തിരിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ കയറി പോകുന്നത് എങ്ങനെയുണ്ട്? എന്നാലാ സിംഹം എടുത്ത് ബാലസിംഹം മുന്തിരിത്തോട്ടത്തിന്റെ അകത്തൂടെ പോയപ്പോ അങ്ങനല്ലേ മോനെ മുമ്പേ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചു, എല്ലാവരും കേട്ടില്ലെന്ന്. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് അതിന്റെ ഇവൻ പെണ്ണ് കാണാൻ പോയ ചരിത്രം പറയാൻ. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. അതൊക്കെ നല്ല മര്യാദയാണ്. പെണ്ണിനെ കണ്ടേച്ച് വന്ന് പറഞ്ഞല്ലോ, അവളെയും വിളിച്ചോണ്ട് പമ്മി കൊടിയുടെ കീഴിൽ വെച്ച് ചൂള പഠിക്കുമ്പം. പണ്ടൊരാള് ഒരു ഭാര്യയെ പിള്ളേരുടെ ഭാഷ ഞാൻ അടിച്ചെടുത്ത് വന്ന് വാഴയുടെ മൂട്ടി വെച്ചെന്നാ. എന്നുവെച്ചാൽ അമ്മ ഞാനൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് വരാൻ. അപ്പം തള്ളയോർത്ത് വല്ല മീനോ വീട്ടു സാമാനം വല്ലതും നടന്ന കാര്യം. എവിടെയാടാ വെച്ചത്? ആണ്ടാ വാഴയുടെ വീട്ടിൽ പോകണം. അപ്പം അവളെ കൊണ്ട് അവിടെ സെറ്റ് ചെയ്ത് അമ്മ പറഞ്ഞു വിടാമെന്ന്. എന്നിട്ട് അമ്മയോട് പറയാം ഒരു സാധനം അവിടെ വാഴയുടെ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തോണ്ട്. തള്ള പയ്യെ ചെന്നപ്പോൾ നിൽക്കുന്ന ആളുടെ മേരിക്കുട്ടി. പിന്നെ ആകെ ഒരു മോനേ ഉള്ളൂ. എന്തോ ചെയ്യാനാ, നല്ലൊരു തള്ളയായിരുന്നു. പിന്നെ അവളെ കൈക്ക് പിടിച്ച് അകത്ത് കൊണ്ട് കയറ്റി. പിന്നെ അവളും വലിയ കുഴപ്പമില്ലായിരുന്നു, തള്ളയെ നോക്കി. ഇവിടെ ശിംശോനെ ഒരു പെണ്ണിനെ കണ്ടേച്ച് വന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞു. എന്നിട്ട് അടുത്ത കണ്ണിക തുറക്കുന്നുണ്ട്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. അങ്ങനെ പോയി തിമ്നക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ അവിടെ എത്തി. മുന്തിരിയുടെ ഒരു രസോ അരുത്. അന്നേരം പുള്ളി തോട്ടത്തിനകത്ത് കയറി. കാടിയാകട്ടെ കുരുവാകട്ടെ തൊലിയാകട്ടെ ഒന്നും പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കയറി. അതിനകത്ത് കയറി. അകത്ത് കയറിയപ്പം ഈ മുന്തിരിത്തോട്ടത്തിൽ എന്തുവാ ഉണ്ടാകേണ്ടത്? ഉറക്കെ പറ. മുന്തിരിങ്ങായ എന്നാ ഇതിനകത്ത് നിന്ന് വന്നത് എന്നതാ? വായിര്. യെശയ്യാവ് 5:1 വായിര്, പെട്ടെന്ന് വായിച്ചു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിര്. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. പിന്നെ എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ, ഈ മുന്തിരി അവിടെ ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ അവൻ അതിന് വേലി കെട്ടി. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിന് വേലിയുണ്ട്. കാശുള്ളവൻ വേലി കെട്ടി വെച്ചിട്ട് കാശുണ്ടെ മതിൽ കെട്ടും. വേലി കെട്ടി. പിന്നെ അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിനകത്ത് ആവശ്യമില്ലാത്ത കല്ലെല്ലാം ഉണ്ട്, അതൊക്കെ പെറുക്കി ഒക്കെ കളയണം. ഇപ്പൊ അങ്ങനെ കല്ല് പെറുക്കാനും നോക്കത്തില്ല. ആകെ 2 കല്ലേ ഉള്ളത് പെറുക്കി കളഞ്ഞ. ഞായറാഴ്ച ആകുമ്പോൾ ഒരു കല്ല് 10:30 വരും, മറ്റൊരു കല്ല് 11:30 ഉരുണ്ടിങ്ങോട്ട് വരും. ഒന്നും പിടി കിട്ടുന്നില്ല. പിന്നെ
അപ്പൊ ഈ കല്ല് പെറുക്കി കളഞ്ഞു. പിന്നെ അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നല്ല വക മുന്തിരിവള്ളി നട്ടു. പിന്നെ നടുവിലൊരു ഗോപുരവും പണിതു. ഒരു ഗോപുരം ഏതാ എല്ലാം കാണാനേ ഗോപുരവും പണിത്. പിന്നെ ഒരു ചക്കുമിട്ടു. ആ ചക്കിട്ട് അതെന്ന് വെച്ചാൽ ഇതിന് ഫലം ഉണ്ടാകുമല്ലോ. അപ്പൊ മുന്തിരിത്തോട്ടത്തിൽ ഇതൊക്കെയാ കാണേണ്ടത്. എന്തുവാ? ഗോപുരം കാണണം, ചക്ക് കാണണം, മതില് കാണണം, അല്ലേ വേലി കാണണം, നല്ല വക മുന്തിരിവള്ളി കാണണം, ഇതിനകത്ത് ആവശ്യമില്ലാത്ത കല്ലൊന്നും. ഇതൊക്കെയാ പ്രമാണം. പക്ഷെ ഇവിടെ ജിംഷോനും തള്ളയും എല്ലാം കൂടെ ചെന്നപ്പോ എന്തുവാ മുന്തിരിത്തോട്ടത്തിനകത്ത് ഓർക്കുമാണോ? ബാലസിംഹം. ജിംഷോന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് തരാം. ബാലസിംഹം. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് എങ്ങനെയാ ബാലസിംഹം കയറിയത്? എങ്ങനെ കയറി? അതിന് ഞാൻ വേറൊരു കാര്യം അങ്ങ് പറയാം. അപ്പോളേ ഇതിന്റെ വേലിയും മതിലും എല്ലാം പൊളിഞ്ഞു. വേലിയും മതിലും പൊളിഞ്ഞു പോയത് കൊണ്ട് എന്തിയോ ഇതിനകത്ത് ഒരു വാക്യം വായിച്ച മോനെ. പൊളിയാൻ കാര്യം എന്നാന്ന് സദൃശ്യമാക്കി 24:30 അറിയാമല്ലോ. വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. 24:30 പാപ്പച്ചായ? വലതുവശത്ത് മേളില് ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി. ഈ പുള്ളി എല്ലായിടത്തും അങ്ങ് പോവുക. അവസാനം പരുവക്കാട് എന്തെങ്കിലും പുള്ളി എല്ലാം പോകാൻ തലവന്നു. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അടുത്തത് അവിടെ മുള്ളു പടർന്ന് പടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ കൊണ്ട് നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിനകത്ത് എങ്ങനെയാ തൂവയും മുള്ളും കയറിയത്? ദൈവസഭ കെട്ടിക്കടച്ച ഒരു തോട്ടമാ, മുദ്രയിട്ടൊരു കിണറാ, നല്ല വക മുന്തിരിവള്ളി അതിനകത്ത് നട്ടറ്. ഇതിനകത്ത് ആവശ്യമില്ലാത്ത കല്ലെല്ലാം പെറുക്കി കളഞ്ഞു. ഇതിനകത്ത് ഒരു ചക്ക കുടിച്ചിട്ടൊരു ഗോപുരവും പണിതു. പിന്നെ ഇപ്പൊ എങ്ങനെ ഈ മുള്ളും എന്തുവാ തൂവയല്ല? ഒരുമാതിരിപ്പെട്ടെടുത്തെല്ലാം തൂവയാ കേട്ടോ. ഞായറാഴ്ച സകല തൂവേ. വന്നുള്ള നോട്ടോ ഇരിപ്പൊക്കെ കാണണം. ഓരോരോ മുള്ളും തൂവയൊക്കെ വന്ന് മിക്കടുത്ത് വിരിക്കുക. ചില തൂവയ്ക്കൊക്കെ പ്രത്യേക കസേരയാ. അത് തൂവയുടെ കസേരയാ. അയ്യോ, തൂവ എപ്പം വരും? ചിലപ്പം വരും. എന്നാ ഇരുന്നോട്ടെ. ഇല്ല, വന്നാലും വന്നില്ലേലും അത് കയറി ഫിക്സഡാണ്. അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പൊ ഇത് ഇടിയാനൊക്കെ കാര്യം എന്നാ? അതിന്റെ മേളത്തെ വാക്യം വായിച്ചേ. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവൃത്തികൾക്ക് പകരം കൊടുക്കുമെന്നും പറയരുത്. പിന്നെ ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അപ്പൊ ഈ മടിയും ബുദ്ധിഹീനത നിമിത്തമായി ഇതിനകത്ത് സിംഹമൊക്കെ കയറുന്നത്. വേലി പൊളിച്ചത്. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈ കെട്ടി കിടക്ക. മടിയനെ സാക്ഷാ ചുഴിക്കകത്ത് വീഴും പോലെ പിന്നെയും കിടക്കയില്. ചില കണ്ട് ഒരു ജോലിക്കും പോകുകയല്ലേ. രാവിലെ തിണ്ണ കയറി കാലും വെച്ച് വറപ്പിച്ചിരിക്കും. എന്നിട്ട് പറയാം മോളി കാപ്പി, പിന്നെ കൂപ്പി. എന്തെങ്കിലും പണിക്ക് പോവും. എപ്പ നോക്കിയാലും കലുങ്കേ കാണും. ഇല്ലെങ്കിൽ ആളതാമസം ഇല്ലാത്ത വീടിന്റെ തന്നെ എന്നുവെച്ചാൽ അവളോട് പറയാം, നീ അയൽക്കൂട്ടത്തിൽ നിന്ന് ഇച്ചിരി കാശ് എടുക്കണേന്ന്. ഉടനെ അവള് നേരെ അയൽക്കൂട്ടത്തിലോട്ട്. ഇന്നാളൊരു തള്ളേനോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പോവാന്ന് പറയാൻ. അയ്യോ, പെണ്ണുങ്ങൾ എന്നെ വെച്ചേക്കുകയല്ല. ഞാൻ ചോദിച്ചാൽ എന്നെ ലോൺ എടുത്തിട്ടുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് ഏത് പോരാത്ത പെണ്ണുങ്ങളാന്ന്. അതൊരു പ്രത്യേക പെണ്ണുങ്ങളാണ്. എന്തുവാ ഇതിനകത്തൊക്കെ കാണും. ഒരു ജോലിക്ക് പോകല, മടി, ഇങ്ങനെ അങ്ങ് കിടക്കുക. സാക്ഷാ ചുടിക്കകത്ത് വീടുന്നത് പോലെ. എന്തേലും ജോലിക്ക് പോകണ്ടേ? ഇപ്പോഴാണ് എന്തെല്ലാം സാധ്യതയുണ്ട്. പ്രായമുള്ളവരെ നോക്കിയാലും ആൾക്കാരൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ഒരു വീട്ടിലെ ജോലി ചെയ്യാൻ ആളില്ല ഇല്ലെന്ന്. ഇവൻ ഒന്നും പോകുകയില്ല. രാവിലെ ഒരു മുണ്ട് കൊടുത്ത് കുത്തി 2 വീടിയായിട്ട് മുക്കിച്ച് അവിടെ വന്നിരിക്കുക. വലിയ സോഡാ കുപ്പിയുടെ പോലെ അങ്ങ് ഒരു പണിക്കും പോകുക. എന്നാൽ നിന്റെ വീടെങ്കിലും ഒന്ന് വൃത്തിയാക്കുക. നീ പുറത്ത് പോയില്ലേ?
അടുക്കളയുടെ അവിടെ വൃത്തിയായിട്ട് വൃത്തികേടല്ലേ, ആ തുണിയെല്ലാം ഒന്ന് വൃത്തിയാക്കുക, ആണ്ട കർട്ടനെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്. ഇവിടുത്തെ അല്ല, അതാ കർട്ടൻ്റെ കാര്യമില്ല, ഞാനങ്ങ് ചൂണ്ടി പറഞ്ഞതേ ഉള്ളൂ. വൃത്തിയാക്കിക്കോ, യോഗം കഴിയുമ്പം അത് ഒന്ന് നന്നാകുന്ന നല്ലതല്ലേ. വഴക്കുണ്ടാവുക ഉള്ള കാര്യമായി പറയാൻ. അവനവന്റെ വീടും പരിസരമെങ്കിലും ഒന്ന് ഒരു പണിക്കും പോകുകയല്ല. അയ്യോ, ജോലി ചെയ്യാത്തവൻ തിന്നരുതെന്നാ വേറെ പുസ്തകത്തിൽ. എന്നാലൊരുത്തം പറയാ, നിങ്ങൾ ഉപദേശമാരെന്നാ ജോലി ചെയ്യുന്നത്? എടാ, ഞങ്ങൾ ജോലി ചെയ്യുന്നില്ലേ? ഈ വചനമൊക്കെ ഇങ്ങനെ പറയണേ അധ്വാനിക്കാൻ നോക്കുവോ? ഈ പാട്ട് ഇങ്ങനെ പാടണമെങ്കിൽ കാണാതെ പഠിക്കുക. അതൊക്കെ സമയമെടുത്താ. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുക. നല്ല അധ്വാനമുണ്ട് ഞങ്ങൾക്ക്. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ഉറക്കം വളച്ച് വീട്ടിൽ ചെന്നാലും വേറെ പുസ്തകം വായിച്ചും വെളുപ്പിനെയൊക്കെ ഇടുന്നതിന് നല്ല അധ്വാനമാണ്. അല്ല ഇങ്ങനെ വല്ലോ ഇവരൊക്കെ ഇരിക്കുക, തെറ്റിയാൽ അന്നേരം പിടികൂടാനിരിക്കുക. തന്നെയല്ല ചിലരിങ്ങനെ നോക്കിയിരിക്കുക, എവിടെ ആവുന്ന ഒരു ഉളുക്ക് വരുന്നെന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇത് വളരെ തിട്ടം വേണ്ടേ, അധ്വാനിക്കണ്ടേ? വചനത്തിലും ഉപദേശത്തിലും ഒക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ചില പറയുന്ന ഉപദേശമാർക്ക് ഒരു പണിയില്ലെന്ന് ചുമ്മാ പറയാനത്. പാട്ട് പഠിക്കണം, യോഗം ലീഡ് ചെയ്യണം, ഇല്ലേ? വചനം പഠിക്കണം, അതിന് തക്കതായ പുസ്തകങ്ങൾ കാണും. അതൊക്കെ ചിലപ്പോൾ നോക്കി നിന്നിരിക്കും, സമയം കണ്ടെത്തണം. അതിനിടയ്ക്ക് വിശ്വാസികളുടെ വീട്ടിൽ ചിലപ്പോൾ ചെന്ന് രോഗമോ പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കണം. വീട്ടിലെ കാര്യം നോക്കണം, എന്തെല്ലാം കാര്യമുണ്ട്. ചെല്ലു പറഞ്ഞ ഇന്നാളൊരു തള്ള പറയാ, ഓ നിങ്ങൾക്ക് എന്നാ ജോലി, ഉളിയും കഴിഞ്ഞ് തുണി കൊടുത്തോണ്ട് അങ്ങ് ഇറങ്ങിയാൽ മതി. ഈ പന്നത്താള ചുമ്മാ തള്ള പറയാ ഒരു ജോലി ഇല്ലെന്ന്. എന്ത് അധ്വാനമാണെന്നറിയാം. ഇതൊക്കെ ഓർത്തിരിക്കണ്ടേ, പറയണ്ടേ? നിനക്ക് ഇങ്ങനെ വന്നെന്ന് പറയാവോ? നീ ഇങ്ങോട്ട് വന്ന് ഇതുപോലെ പറയാന്നാ ഞാൻ ഇന്ന് മുതൽ പറയുന്നുമില്ല. ഞാൻ നിർത്തി, നീ തന്നെ അങ്ങ് പറ. ഞാൻ പാടുന്നത് പോലെ പാടണം. കിളിമാസ് കളിയൊന്നും നടക്കുകയല്ല. ഇതൊക്കെ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പാട്ട് പാടുമെന്ന് 4-5 പാട്ട് പാടും വെളുപ്പിനെ എഴുന്നേറ്റ്. ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും വെളുപ്പിനെ എഴുന്നേക്കും. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് വീട്ടുകാർ അവർ വീട്ടിൽ പലരുണ്ട്. ഭാര്യയുണ്ട്, മോനുണ്ട്, പിന്നെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തിയും 2 പിള്ളേരും ഉണ്ട്. ആ കൊച്ചുങ്ങളുടെ തള്ള നിങ്ങളെ ഇട്ട് വെച്ച് പോയി. ഞാൻ പറഞ്ഞു കൊണ്ട് പോകാൻ നിർത്തിയേക്കാൻ പറഞ്ഞു. അതുങ്ങൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ വീട്ടു ജോലിയൊക്കെ ഞാൻ ചെയ്യുമെന്ന് നിങ്ങളവർക്ക് നിമ്മ കുളിയും കഴിഞ്ഞ് വെച്ച് തുണി കൊടുത്ത് ഇങ്ങനെ ഇറങ്ങുകയെന്നാണ്. അല്ല, ചില ഊളം വർത്താനം പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഇവരോട് ചോദിച്ചു ഞാൻ വീട്ടിൽ വല്ലതും ചെയ്യുമോന്ന്. എല്ലാ ജോലിയും ചെയ്യും. രാഴ്ചാനാണ് ഞങ്ങൾക്ക് ചില ആഴ്ചകളിൽ ഭക്ഷണം കൊണ്ട് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഈ ആഴ്ച തരുന്നെന്നാ പറഞ്ഞു. എന്ത് ചെയ്യും? തരിക. പിന്നെ എന്നോട് നേരത്തെ പറഞ്ഞു, ഇപ്പോഴല്ല നേരത്തെ പറഞ്ഞത്. പല പ്രാവശ്യവും തന്നിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ അവിടെ സഭയിൽ ഞായറാഴ്ച കഴിയുമ്പോൾ ദൈവമക്കൾക്ക് ഭക്ഷണമുണ്ട്. എല്ലാ കാര്യവും ഞാനോട് ശ്രദ്ധിക്കും, വിളമ്പാനും നിൽക്കും, കൊടുക്കുകയും ചെയ്യും. എല്ലാവരും കഴിച്ചോന്ന് പോയി എല്ലാവരും പോയി അന്വേഷിക്കും. എല്ലാവരും കഴിച്ച് കഴിഞ്ഞേ ഞാൻ കഴിക്കുള്ളൂ. അല്ല ചാടി കയറി ഇരുന്നേച്ച് കൊണ്ടുപോകാന്നും പറഞ്ഞ് കന്നിട്ടേക്ക് തരിക. എന്തിയാടാ ചിക്കൻ? ഞാൻ റവറൻ്റാന്നും പറഞ്ഞ് ഉമ്മ ഇരുന്ന് കടിച്ചു പറിക്കുകയാന്നോ? നല്ല പ്രാഗൽഭ്യത്തോടാ ഇതൊക്കെ പറയാന്നേ. വെളുപ്പിനെ എഴുന്നേക്കും. എഴുന്നേറ്റ് വീട്ടുകാർ എഴുന്നേക്കുന്ന മുന്നേ ഞാൻ തന്നെ ഒരു സ്വോത്ര പ്രാർത്ഥനയുണ്ട് എനിക്ക്. അവരെഴുന്നേക്കുന്നതിന് മുന്നേ അത് 1 മണിക്കൂർ കാണും സ്വോത്ര പ്രാർത്ഥന. അത് ആരെയും ശല്യപ്പെടുത്തുകയല്ല. തിണ്ണേ പോയിരുന്ന് ആരും അറിയാതെ ഇങ്ങനെ പേരുകൾ പറഞ്ഞ് സ്വോത്രം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ആ കുടുംബ പ്രാർത്ഥന. ആരാ അവിടെ വർത്താനം പറയുന്നത്? പോൺ പിന്നെ അങ്ങനെ ചെയ്യും. എന്തോ പറയുന്നത്? അതിൽ ഓടി ഉരുണ്ട് വീടരുത് കേട്ടോ. അയ്യോ, ഇതിന് നല്ല അധ്വാനമുണ്ടെന്ന്. കർത്താവിന്റെ വേലയ്ക്ക് അധ്വാനമുണ്ട്. പ്രാർത്ഥിക്കണ്ടേ? പോരാടി പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ ചിലര് ഒരു ജോലിയും ചെയ്യത്തില്ല. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈ കെട്ടി കിടക്ക. അങ്ങനെ മടിയ. നീ ഉറുമ്പിനെടുക്ക ചെല്ല്. ബുദ്ധി ഒന്ന് പഠിക്ക. ഉറുമ്പ് കണ്ടില്ലേ വേനൽക്കാലത്ത്? ഉറുമ്പിന് എന്തെല്ലാം ഉറുമ്പ് അങ്ങോട്ട് ചെന്നിട്ട് വേറെ ഉറുമ്പിന് ചുംബനം കൊടുക്കുക. നീയോ ചുംബനം തരാൻ നിർത്തി ഇങ്ങനെ വയ്ക്കുക. വേനൽക്കാലത്ത് സ്വരൂപിച്ച് വെച്ചിരിക്കുക. പണ്ടൊക്കെ പഴയ അമ്മമാരങ്ങനെ നല്ല വേനലൊക്കെ ഉള്ളപ്പോൾ പൊത്താൻ വെല്ലം എടുത്ത് സൂക്ഷിച്ച് വെക്കും. മഴക്കാലം പിടിക്കുമ്പോൾ ചിലപ്പോൾ അടച്ചു പിടിച്ച് മഴയാന്ന് കിട്ടുകയില്ല. അന്നേരം കത്തിക്കും. അന്നേരം ചില പെണ്ണുങ്ങളുണ്ട് അപ്പുറത്തെ വീട്ടിൽ കയറി നുണയും കൊതിയും പറയും. പറഞ്ഞു മഴ അമ്മാമ്മയെ 2 ചുള്ളി തരാമോ? അടുപ്പ വെക്കുന്ന ചുള്ളിക്ക് ഒരു കുത്തു കുത്തണം.
ചെയ്യണ്ടേ? അല്ലെങ്കിൽ ദൈവദാസന്മാരോടും ദൈവമക്കളോടും അവസരവും ആരോഗ്യമൊക്കെ ദൈവം തരുമ്പോൾ ദൈവസന്നിധി ഇരിക്കണ്ടേ? ദൈവം നിനക്ക് അവസരം തരുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്, പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അധ്വാനിക്കണം. മടി, അലസത, ഉദാസീനത, ഉറങ്ങണം. ഇത് കണ്ടമാനം അങ്ങ് അത് വീട്ടിൽ കിടന്ന് അങ്ങ് എപ്പോഴും ഉറക്കുക. യോഗത്തിനും വന്ന് ഉറക്കം. എന്തോ ഉറക്കോ? പാടില്ല. ഉറങ്ങണം, അത് അത്യാവശ്യമാണ്. മടിയും അലസതയും വന്നാൽ വേലി പൊളിയും, ശത്രു അകത്ത് കയറും. അങ്ങനെ സിംഹമീതനകത്ത് കയറി ചെന്നപ്പോൾ ചാടി മുന്നോട്ട് വന്നു. അവൻ ആത്മാവിൽ അതിനെ കീറിക്കളഞ്ഞു. ആരംഭം വളരെ നല്ലതാ, പക്ഷേ അവസാനം വളരെ ദുരിതമായി. എന്റെ കേൾക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ഞാൻ വേഗത്ത് നിർത്തുക. പാപ്പച്ചായൻ പറഞ്ഞ സമയത്ത് കൃത്യം നിർത്തുകയല്ല. പാപ്പച്ചായൻ 10 എന്നാ പറഞ്ഞ, 10 വേണ്ട, 10 നിർത്തുക. വാച്ച് പിടിച്ചോ, 10 നിർത്തുക. എന്തിനാ 10? പിടിച്ചു, 10 നിർത്തുക. അധികം ഇരുത്തിയിട്ടും വലിയ കാര്യമില്ല. ആരംഭത്തെക്കാൾ അവസാനം വളരെ നല്ലത്. 2 വ്യക്തികളെ ഒന്ന് പരാമർശിക്കും. ഒത്തിരി പേരുണ്ട് ഇപ്പം 2. അതിലൊന്ന് നമുക്കറിയാമല്ലോ, യോസഫ. ആരംഭത്തെക്കാൾ അവസാനം വളരെ നല്ലതായിരുന്നു. യോസഫിന്റെ ആരംഭം നിങ്ങൾ ചിന്തിച്ച് വചനം അറിയാമല്ലോ എല്ലാവർക്കും. എന്തോ ദുരിതമായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. അമ്മയില്ലാതെ വളർന്ന ചെറുക്കനാ. 8-9 വയസ്സായപ്പോൾ പെറ്റതള്ള മരിച്ചു. പെറ്റതള്ള ഇല്ലാത്തവരോട് ചോദിക്കണം ദുഃഖം വല്ലതും ഉണ്ടോ എന്ന്. അന്നേരം ഇപ്പോഴത്തെ കുറേ അവന്മാര്, നിങ്ങൾ എന്നോ ചെയ്തെന്ന് തള്ളയോട് നീ അടിമേടിക്കും കേട്ടോ. നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച് വേദനയോടെ പ്രസവിച്ച പെറ്റതള്ളക്കെതിരെ നീ വിരൽ ചൂണ്ടി നിങ്ങൾ എന്നാ ചെയ്തെന്ന്. നിന്നെ പെറ്റില്ലയോടാ, അതോ നിന്നെ കക്കി കിട്ടതാന്നോ? മിണ്ടുന്നില്ല. എന്നാ വേണ്ട? അവൻ ചോദിക്കുക നിങ്ങൾ എന്നാ ചെയ്തെന്ന് പെറ്റതള്ളയോട്. എൻ്റെ തള്ളമാരെ നിങ്ങളേലും ഒന്ന് സഹായിക്കും. അതുങ്ങളിരുന്ന് ആട് കവാൻ പാടുമ്പോൾ ഇങ്ങോട്ട് ഒന്ന് ബലം. നിന്റെ അപ്പനും അമ്മയും വൃദ്ധരായിരിക്കുമ്പോൾ അവരെ നിന്ദിക്കരുത്, അവരെ ദൂഷിക്കരുത്. അപ്പനെ അമ്മയും ചില പിള്ളേർ നിങ്ങൾ എന്തോ ഉണ്ടാക്കിയെന്ന്. എടാ ഒന്നുമില്ലേ, നിന്നെ 10 മാസം നോന്ത് പ്രസവിച്ചില്ലേ, നിനക്ക് 2 ദിവസമെങ്കിലും തള്ള മുലപ്പാല് തന്നില്ലേ, ആ കുടിച്ച പാലിന്റെ നന്ദി ഉണ്ടോടാ? ഞാൻ വല്ലതൊക്കെ വരുന്നു. അല്ല ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് രോഷമാണ്. നീ പടിഞ്ഞാറൻ കാറ്റടിച്ചപ്പോൾ അങ്ങ് വളർന്നതാണോ? കാറ്റടിച്ചപ്പോൾ ഇവൻ വളർന്ന് അല്ല. മാതാപിതാക്കളെ നിന്ദിക്കരുത്. എന്താ പറ്റി ഇപ്പൊ നിർത്താം. മാതാപിതാക്കളെ നിന്ദിക്കരുത്, അവരെ പഠിക്കരുത്. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അത് പാടില്ല. യോസേഫിന്റെ ചെറുപ്പത്തിൽ അമ്മ ഇല്ലാത്ത ദുഃഖം അത് അനുഭവിക്കുന്നവരോട് ചോദിക്കണം. പെറ്റതള്ളയില്ലാത്തതിന്റെ ദുഃഖം ചിലർക്ക് പെറ്റതള്ള ഇഷ്ടമല്ല. പിന്നെ പെറ്റതള്ളമാരോടും പറയാം, കുറെ പ്രായം വായിച്ചാൽ ഒതുങ്ങണേ. ഞാൻ ചങ്ങാറമല മേരിയാന്നും പറഞ്ഞെടുത്ത് കുത്തി ഇല്ലേലും നടക്കരുത്. എന്നൊക്കെ എന്നെ അറിയത്തില്ലടാ ഇടിമറ്റു തങ്ക. മനസ്സിലായോ? കുറെ 60 കഴിഞ്ഞില്ലേ ഒതുങ്ങ ഉണ്ടെന്ന് ഇതിനകത്തൊക്കെ. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഈ യോസേഫിന് ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടതാണ്. മാത്രമാണോ സഹോദരന്മാരും എന്നെ ദ്വേഷിച്ചു. അവനോട് അവര് ശാന്തമായിട്ടൊന്നും സംസാരിച്ചില്ലെന്നാണ്, അധികം ദ്വേഷിച്ചെന്നാണ്. മാത്രമാണോ അവസാനം ഇവനെ എല്ലാവരും കൂടി എന്ത് ദോഷം ഒപ്പിച്ചു. ചേട്ടന്മാരുടെ ക്ഷേമം അറിയിക്കാൻ പോയതാ. പിടിച്ച് ഉടുതുണി പറിച്ചെടുത്ത് വെച്ച് പൊട്ടക്കണറ്റ് കേട്ടു. അവിടുന്ന് പിന്നെ വലിച്ചു കയറ്റി 20 വെള്ളിക്കാശിന് വിറ്റു. അടിമപ്പയ്യനായി. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഒരു കാര്യം പറയാം, കാരാഗൃഹത്തിൽ കിടന്നു, വീട്ടിൽ പ്രശ്നമുണ്ടായി. ഏതാ അടിമപ്പയ്യനായിട്ട് ചെന്നിട്ട് അവിടെ എല്ലാം പ്രശ്നമാണ്. ആരംഭമൊക്കെ വളരെ ദുരിതമായിരുന്നു, പക്ഷേ അവസാനം വളരെ ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി ആരംഭത്തിൽ വളരെ ദുരിതം അനുഭവിക്കുന്നവർ കാണും, കഷ്ടങ്ങളിൽ കൂടി പോകുന്നവർ കാണും, മനപ്രയാസം അനുഭവിക്കുന്നവർ കാണും, ആമൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കാണും. ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. നീ ആമൻ വിശ്വസ്തയോടെ നിൽക്ക്. നിന്റെ അവസാനത്തെ ഏറ്റവും നല്ലതാക്കും. എന്തോ അവസാനം ഒത്തിരി കാര്യം പറയാനുണ്ട് മോനെ. ഒരു വാക്യം വായിച്ച അവസാനം എങ്ങനെ ആയിരുന്നുണ്ട്? 41-ാം അധ്യായത്തിന് 41 മുതൽ വായിച്ചേ മോനെ.
പെട്ടെന്ന് വായിര്. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കി. അയ്യോ, സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചപ്പോൾ പറവാൻ പറയാ, യോസേപ്പേ ഔസേപ്പേ, നിന്നെ മിസ്രയീം ദേശത്തിനെല്ലാം ഞാൻ മേലധികാരിയാക്കി. പിന്നെ എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി. ചുമ്മാ നീ എടുത്ത ചെമ്പ് മോതിരം ഒന്നുമല്ല, ചെമ്പല്ലെന്ന്. നാളൊരു തള്ളയെ കണ്ട അലോമിനിയം വളച്ചിട്ടിരിക്കുക, എന്നാലും അങ്ങ് കിട്ടാനങ്ങ് സ്വർണ്ണമൊന്നുമല്ല, അലോമിനിയം ഉള്ളതാണ്. ഇത് മുദ്രാമോതിരം. മുദ്രാമോതിരം ഊരി യോസഫിന്റെ കൈ കിട്ടും. അടുത്തത് അവന്റെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. അയ്യോ, ചേട്ടന്മാര് തുണി ഊരി എടുത്തതാ, പക്ഷെ ഇപ്പൊ കണ്ടോ. പിന്നെ ഒരു സ്വർണ്ണ സരപ്പള്ളിയും ഇട്ടു. അടുത്ത വാക്യം, തന്റെ രണ്ടാം രഥത്തിൽ അവനെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി. അവസാനം ഏറ്റവും നല്ലതായി വരുവാ, രണ്ടാം രഥത്തിൽ കയറ്റി. പിന്നെ മുട്ടുകുത്തുവിനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. അതിലും വിചിത്രം, മുട്ടുകുത്താൻ പറഞ്ഞ സകലയുണ്ടോ. പറവൻ പറഞ്ഞൊരു കാര്യം, എടാ നിന്നോട് ചോദിക്കാതെ ഒറ്റ ഒരുത്തൻ കയ്യോ കാലോ ഇവിടെ വായിച്ചാ മതി. അടുത്ത വാക്യത്തിലുണ്ട്, ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. അടുത്ത വാക്യം. പിന്നെ ഫറവോൻ യോസഫിനോട് പറയാം, ഞാൻ ഫറവോനാകുന്നു, ഞാൻ ഫറവോനാ, നിന്റെ കൽപ്പന കൂടാതെ, എന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തനും. ഒന്നുകൂടെ വായിച്ചാ മോനെ, ഞാൻ ഫറവോനാകുന്നു, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും ഈജിപ്ത് രാജ്യത്തിൽ യാതൊരുത്തനും ഒറ്റൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല. അതിന് ഞാൻ ഇങ്ങനെ പറയാം. ഈ പണ്ടേ അപമാനക്കുറ്റം പറഞ്ഞൊരു തള്ളച്ചി ഉണ്ടായിരുന്നു. തള്ളയുടെ കയ്യിൽ ഇതുപോലൊരു ഷാളും ഉണ്ട്. തള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വീശി കാണിക്കും. അത് കണ്ടുകൊണ്ട് ഉടനെ കുറെ ഒരു പണിയില്ലാത്ത മുമ്പേ പറഞ്ഞവന്മാരുടനെ, ഹായ് അമ്മാമ്മ, ഇത് മറ്റേ പുള്ളിയുടേതല്ലേ? ഉടനെ അമ്മാമ്മ, അതെ. ഇടക്കിടയ്ക്ക് തള്ള ദൈവം ഇവനെ ഉയർത്തിയിട്ട് പറയുക, നിന്റെ അനുവാദമില്ലാതെ ഒറ്റ ഒരുത്തൻ. യോസേപ്പിന് അങ്ങോട്ട് സ്ഥാനം കൊടുത്തപ്പോ തള്ള പയ്യ ഷാളെടുത്ത്, തള്ള അനക്കരുതെന്ന് പറഞ്ഞു പിഴച്ചു നിർത്തി. അതോടെ കയ്യോ കാലോ അനക്കത്തില്ല. പിന്നെ കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. അപ്പൊ ശ്രദ്ധിച്ചേ, ആരംഭം വളരെ ദുരിതമായിരുന്നു, വളരെ പ്രയാസമായിരുന്നു, പക്ഷേ അവസാനം ഏറ്റവും മെച്ചമാക്കി. ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ അവസാനം ഇത്ര നല്ലതാകാൻ കാരണമെന്ന യോസേഫിന്റെ അവസാനം ഏറ്റവും നല്ലതാകാൻ കാരണം ഒത്തിരി പറയാനുണ്ട്. രണ്ട് കാര്യം പറയാം നല്ലതാകാൻ കാര്യം. മോനെ 39 ഒന്ന് വായിച്ചേ. എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിന്റെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫർ എന്നൊരു ആ വീട്ടിൽ അടിമ പയ്യനായിട്ട് കൊണ്ടുവന്ന രണ്ടാം വാക്യം, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. അവസാനം നന്നായത്, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ട്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ അവസാനം നല്ലതാണ്. അല്ല, ദൈവം നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ നീ പ്രമാണത്തിൽ നിൽക്കണം. ചുമ്മാനൊന്നും ദൈവം പാട്ടൊക്കെ പാടും, എന്റെ ദൈവം എല്ലാ നാളും പാട്ട്. യോസേഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, അത് എഴുതിയിരിക്കുക. മാത്രമല്ല മറ്റുള്ളവർക്കും മനസ്സിലായി ഇവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. അടുത്ത വാക്യം വായി, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അവർക്കും മനസ്സിലായി ഇവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഒന്ന് ഇവന്റെ കൂടെ ദൈവമുണ്ട്, അത് അവനും അറിയാം, മറ്റുള്ളവർക്കും മനസ്സിലായി ഇവന്റെ കൂടെ ദൈവമുണ്ട്. 21 വാക്യം വായിച്ച 21. അവർക്ക് എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കൂടെ എഴുതിയിരിക്കുക ദൈവം യോസേഫിന്റെ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിന്റെ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നന്നാകണമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഇരിക്കണം. ദൈവം കൂടെ ഇരിക്കണം. വിവരിക്കാൻ നേരമില്ല ചേട്ടാ, ദൈവം കൂടെ ഇരിക്കണം. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്, ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. മാത്രമാണോ ഈ അടിമ പയ്യനായിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ദോഷം ചെയ്യാനായിട്ട് സ്ത്രീ യോസേഫിനെ നിർബന്ധിച്ചു. ഒരിക്കൽ പ്രവർത്തിക്കകത്ത് ചെന്നപ്പോൾ വസ്ത്രത്തിൽ പിടിച്ചു, അവൻ വസ്ത്രം ഇട്ടേച്ച് ഓടിപ്പോയി. അപ്പോൾ ഈ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, സ്തോത്രം, ഞാൻ യഹോവയോട് പാപം ചെയ്യത്തില്ല.
അങ്ങനല്ലേ മോനെ? അങ്ങനെ അടിച്ചേക്കണം. വായിക്കും മോനെ. അതിന് അവൻ സമ്മതിക്കാതെ യജമാന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാൻ അറിയുന്നില്ല. പിന്നെ തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ ശൈലിയിൽ അങ്ങ് പറയുക, ഈ സ്ത്രീയെ പാപം ചെയ്യാൻ ഇവനെ പ്രേരണ കൊടുത്തു നിർബന്ധിച്ചപ്പം ഇവനെ പറഞ്ഞത്, മാമ വല്ലവരും കാണുമെന്നാണോ പറഞ്ഞു? അങ്ങനൊന്നുമല്ല പറഞ്ഞു. തല CCTV ഉണ്ടോ? അതാണോ പറഞ്ഞു? പോതല്ലേ ഇല്ല, പട്ടാളക്കാരും കാരണം കൊട്ടാരത്തിലല്ലേ. അങ്ങനൊന്നും അല്ല പറഞ്ഞു. യോസേഫ് പറഞ്ഞത് ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുമേ ഉള്ളൂ. പക്ഷേ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലിപ്പോൾ ആരുമില്ല, മുറിക്കകത്തും ആരുമില്ല, ഇവിടെ എങ്ങും ആരുമില്ല, ആരും കയറത്തുമില്ല, ഫോട്ടോയും മൊബൈലും ഒന്നുമില്ല. പക്ഷേ ഇതൊന്നുമില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. പലരും പാപം ചെയ്യാതിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ദൈവഭയത്തോടൊന്നും അല്ല. വല്ലവരും കാണും, അറിഞ്ഞ മോശമാ സെൻ്ററെങ്ങാനും അറിഞ്ഞ നല്ല സഭ പോലും വീട്ടുകാര് എന്തുവാ ഒന്നും അറിയാൻ മേല ആർക്കും. അല്ല, പച്ചപരമാർത്ഥികളല്ല ഇന്ന് ഇവിടെ തന്നെ ചങ്ങാറമല്ലേ കൂടിയല്ലോ. യോസേഫ് കൃതാർത്ഥനായെന്ന അങ്ങനെ 39 ഒന്നുകൂടെ വായിച്ചോ മോനെ. എന്നാൽ യോസേഫിനെ 2-ാം വാക്യം വായിച്ചു. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ദൈവമക്കളോട് ഒരു ദൂത് പറയാം, യോസേഫിനോട് കൂടെ ദൈവം, അവൻ കൃതാർത്ഥനായി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വ്യാഖ്യാനം, നല്ല സംതൃപ്തിയാ, നല്ല തൃപ്തിയാ. കൃതാർത്ഥനായി. അന്തരീക്ഷം നോക്കണേ, സാഹചര്യം നോക്കണം. എങ്ങനാ? അടിമയാ. 2 വിറ്റതാണ്. 3 അപ്പനും അമ്മയും ഒന്നും കൂടില്ല, സഹോദരങ്ങളും എതിരാ, എല്ലാം പ്രതികൂലമാണ്. പക്ഷെ ആ സമയത്ത് കൃതാർത്ഥന. നമുക്കിതെല്ലാം ഉണ്ടായിട്ട് ഒരു സന്തോഷമില്ലല്ലോ. അപ്പനുണ്ട്, അമ്മയുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, വസ്ത്രമുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം. എന്നിട്ട് മോന്ത ഇരിക്കുന്ന കണ്ടോ? ഒരു തൃപ്തി ഒന്നുമില്ല ഇരിക്കുന്ന ഞാൻ കണ്ടു. പലതിൻ്റെ മുഖം അങ്ങനെയാണ്. പക്ഷെ യോസേഫിനെ ഒന്ന് നോയിക്കേ, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, അടിമ പയ്യനായിട്ട് കിടക്കുന്നു, വീട്ടുജോലി ചെയ്യുക, എല്ലാം പ്രതികൂലമാണ്. പക്ഷെ പുള്ളി കൃതാർത്ഥനാ. കാരണം എന്നാന്നറിയാമോ? ദൈവം കൂടെയുണ്ട്. നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ അവസാനം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആരംഭത്തേക്കാൾ അവസാനം 2 കാര്യമാണ് നന്നാകാൻ. 1 സ്തോത്രം, 1 അവിടെ വായിക്കുക ദൈവം കൂടെ ഉണ്ടായിരുന്നു. 2 ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. അതുകൊണ്ട് അവസാനം ഏറ്റവും നന്നായി. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആരംഭം വളരെ പ്രയാസമായിരുന്നു. സ്തേഫാനോസിനെ കൊല്ലാൻ പോയവൻ്റെ പത്രമൊക്കെ സൂക്ഷിച്ചു കൊന്നത് ഇഷ്ടപ്പെട്ടു, ആകെ പ്രശ്നമായി. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നു, യെരുശലേമിൽ ചെന്ന് അധികാരപത്രവും എന്തെല്ലാം വൈതരണി ഒപ്പിച്ചു. പക്ഷേ അവസാനം നല്ലതായിരുന്നു. അവസാനം ഇങ്ങനെ പറഞ്ഞേ, എന്നെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തെറ്റിച്ചെന്നല്ല, ഓട്ടം തികച്ചെന്ന. അതാണ്, തെറ്റിച്ചെന്നല്ല, ഓട്ടം തികച്ചു. ഈ പാട്ട് നീതിയുടെ കിരീടം എനിക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൊടുക്കും. അവസാനം ഏറ്റവും നല്ലതാണ്. പുതിയ നിയമത്തിലെ പൗലോസിന്റെ ശൗലിന്റെ അവസാനം ഏറ്റവും നല്ലതാകാൻ അതിന് 2 കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. 2 കാര്യം. യോസേഫിന്റെ അവസാനം നല്ലതാകാൻ 2 കാര്യം. 1 ദൈവം കൂടെ ഇരുന്നു, 2 ദൈവത്തോട് പാപം. അതാ 2 കാര്യം. പുതിയ നിയമത്തിൽ ശൗലിന്റെ അവസാനം ഏറ്റവും നല്ലതാകാൻ 2 കാര്യം. അതിന് 2 കാര്യം മതി. 2 എന്നുള്ളൊരു നല്ല കണക്കല്ലേ? 2 കാര്യം. 2 വാക്യം വായിക്കണം. അതിനകത്ത് 2 കാര്യമുണ്ട്. 1 വിശദീകരിക്കുന്നില്ല, പറഞ്ഞു നിർത്തുക. അപ്പോസ്തല പ്രവൃത്തി 26:19 വായിരേ, പെട്ടെന്ന് വായിച്ചോ, പോണം. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാം. അവസാനം നന്നായത്. ഞാൻ സ്വർഗീയ ദർശനത്തിന് ഡമസ്കസിന്റെ പടിക്ക വെച്ചാ ഞാൻ യേശുവിനെ കണ്ടത്.
ഈ മാർഗക്കാരെ കൊന്നു മുടിച്ചു കളയുവാൻ അധികാരപത്രം വാങ്ങി വാശിയോടെ വന്നപ്പോൾ നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം എന്ന് പറഞ്ഞ് യേശുവിനെ കണ്ടു. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. യേശുവിനെ കണ്ടു, യേശുവിന്റെ വചനം കേട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു, തീർന്നില്ല, സ്നാനപ്പെട്ടു. അനുസരണക്കേടൊന്നും കാണിച്ചില്ല. മാത്രമാണോ, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഞാൻ അന്യഭാഷ പറയുന്നുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവൻ രക്ഷാനിർണയവും പ്രാപിച്ചു, അവൻ സ്നാനപ്പെടുകയും ചെയ്തു, അഭിഷേകവും പ്രാപിച്ചു, കർക്കശമായി വേർപാട് ഉപദേശവും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിയുടെ അവസാനം ഓട്ടവും തികച്ചു. അങ്ങനൊക്കെ നല്ല അവന്ത്യം വരാൻ കാര്യം ഇതാ, സ്വർഗീയ ദർശനത്തിന് നീ അനുസരണക്കേട് കാണിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തെ നീ അനുസരിക്കണം. നീ ദൈവവചനം അനുസരിച്ചാൽ, ദൈവത്തെ അനുസരിച്ചാൽ, വചനം അനുസരിച്ചാൽ, അനുസരണക്കേട് കാണിക്കാതിരുന്നാൽ എനിക്ക് നിങ്ങൾക്കും നല്ല ഒരു അവസാനം കിട്ടും. നല്ല അവസാനം കിട്ടാൻ രണ്ടാമത്തെ കാര്യം വായിച്ചോ മോനെ, നിർത്തുക, ഒന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല, വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 23:1 പെട്ടെന്ന് വായിര്, ഒത്തിരി കൊണ്ട് പറയാൻ, ഇത് മതി. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു. അത് മതി. നല്ല അവസാനം കിട്ടണമെങ്കിൽ ഒരു നല്ല മനസാക്ഷി വേണം. മനസ്സിലായോ? ഇത് ചുമ്മാ ഒരു മനസാക്ഷിയില്ല, ദയയില്ല, കാരണം അപ്പോ ഒരു നല്ല അന്ത്യം, ചുമ്മാ പട്ടി മോങ്ങും പോലിരുന്നു. അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയല്ല, മരുമകളുമായിട്ട് കുസ്തി, അപ്പുറത്തുകാരുമായിട്ട് വഴക്ക്, അതിന് തർക്കം, ചേട്ടനും അനിയനും കൂടെ കുസ്തി, സഭയെ വന്ന് നുണയും കോതിയും തുന്നലും പരിപാടി, അവരുടെ കുറ്റവും ഇവരുടെ എല്ലാം പറഞ്ഞ് ഉള്ള കൊന്ത്രാക്കൊള്ളിയെല്ലാം ഒപ്പിച്ചേച്ച് രാത്രി ഇതപ്പോ ഒരു നല്ല, പിന്നെ ഇവിടെ നല്ല മനസാക്ഷി വേണം. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിപ്പാനും ആദരിക്കുവാനും ഒക്കെ നല്ല മനസാക്ഷി വേണ്ടേ? ഒരു ഭിക്ഷക്കാരൻ വന്നാൽ 10 രൂപ കൊടുക്കണ്ടേ? രാവിലെ ഒരുത്തൻ വീട്ടിൽ നടന്നു കയറിയാൽ ഉണ്ടെങ്കിൽ ഒരു കട്ടം കൊടുക്കണ്ടേ? വേണ്ടേ? ആരോട് പറയാം? നല്ല അവസാനം, ആരംഭത്തെക്കാൾ അവസാനം നന്നാകണമെങ്കിൽ നല്ല മനസാക്ഷി വേണം. അതിന് പൗലോസ് പറഞ്ഞൊരു അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തിയല്ലേ, ആരംഭത്തെക്കാൾ അവസാനം നല്ലതാകും. എന്നെ കേൾക്കുന്ന ആരുടെ അവസാനം ദോഷമാകരുത്. കേൾക്കുന്ന സകല ആൾക്കാരുടെ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നല്ല അവകാശം പ്രാപിക്കണം. ഏറ്റവും നല്ല ഉദാഹരണം ആരാന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാ. ആരംഭം നല്ലത്. ഏതാ? തിരുജനനം. അവൻ ജീവിതം അതും വളരെ അനുഗ്രഹിക്കപ്പെട്ടത്, മരണം അതും വളരെ അനുഗ്രഹിക്കപ്പെട്ടത്, അടക്കം അതും വളരെ മെച്ചപ്പെട്ടത്, അവൻ ഉയർപ്പ് അതും ഏറ്റവും ശ്രേഷ്ഠം. മാത്രമാണോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അത് കഴിഞ്ഞോ മേളിലോട്ട് പോയി, അവിടെ ചെന്നിട്ടോ ഇനി തിരിച്ചു വരും, തിരിച്ചു വന്നിട്ടോ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ നമുക്ക് ന്യായവധി കഴിഞ്ഞു പ്രതിഫലം തരും. ഇത് കഴിഞ്ഞോ പ്രതിഫലം എല്ലാം വാങ്ങി വേളി കടിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ടോ ഇവിടെ 1000 ആണ്ട് വാഴ്ച, എന്തോ അല്ല അവസാനമാ, അല്ല അവസാനം ഇല്ലല്ലോ. 1000 ആണ്ട് വാഴ്ച നമ്മളോട് ബന്ധപ്പെട്ട 1000 ആണ്ട് കഴിച്ചു, പിന്നെ യുഗമല്ലയോ. പൗലോസ് ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിക്ക്. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനമേറെ നല്ലതായി തീരുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. നിന്റെ വചനം പ്രമാണിക്കുവാൻ, നല്ല മനസാക്ഷിയോടെ ജീവിക്കുവാൻ, അവൻ അനുസരണക്കേട് കാണിക്കാതെ ജീവിക്കുവാൻ, എന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കുവാൻ, ദൈവത്തോട് പ്രേമം ചെയ്യാതെ ജീവിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്ന ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി കർത്താവ് രക്ഷിക്കും.